എവരിവൺ. സോ നമ്മൾ അടുത്തൊരു ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 5 മൈനസ് 2√6 ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് പല രീതിയിലും ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. പല രീതിയിൽ ചെയ്യാമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന എക്സ്പാൻഷൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം എക്സ് സ്ക്വയർ കാണണം. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്താണ്, 5 മൈനസ് 2√6 ആണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെയും സ്ക്വയർ ചെയ്യണം, ഇവിടെയും സ്ക്വയർ ചെയ്യണം, അപ്പോഴാണ് എക്സ് സ്ക്വയർ വരിക. ഇപ്പോൾ നമ്മുടെ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ മാറ്റുവാണെങ്കിൽ എ സ്ക്വയർ എന്ന് വെച്ചാൽ 5 സ്ക്വയർ ആണ്, മൈനസ് 2ab എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 ഇൻറ്റു 2√6 ആണ്, പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2√6ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്, മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു 2 എന്താ വരിക, 20. അപ്പോൾ 20√6 പ്ലസ് 2√6ൻ്റെ സ്ക്വയർ. 2√6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ എന്താ, 4. √6ൻ്റെ സ്ക്വയർ എന്താ, 6. സോ 4 ഇൻറ്റു 6 ആണ് വരിക. ക്ലിയർ അല്ലേ. 2√6ൻ്റെ സ്ക്വയർ എങ്ങനെ കാണുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ ബേസിക് മാത്ത് കോഴ്സിലും അതുപോലെ തന്നെ 9th നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫൗണ്ടേഷൻ കോഴ്സിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. സോ 25 മൈനസ് 20√6 പ്ലസ് 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ 25ഉം 24 നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 49 ആണ്. 49 മൈനസ് 20√6, 49 മൈനസ് 20√6. ക്ലിയർ അല്ലേ. ഇനി അടുത്ത ഈ ടേം നമുക്ക് കിട്ടി. ഇനി 1/x സ്ക്വയർ കിട്ടണം. ഈ 1/x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/xൻ്റെ സ്ക്വയർ അല്ലേ, 1/xൻ്റെ സ്ക്വയർ. അപ്പോൾ ആദ്യം 1/x എന്താണെന്ന് നോക്കണ്ടേ. എക്സ് എന്ന് പറഞ്ഞാൽ 5 മൈനസ് 2√6 ആണ്. 1/x എന്ന് പറഞ്ഞാൽ 1/5 മൈനസ് 2√6 ആണ്. ഇങ്ങനെ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് 9th നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫൗണ്ടേഷൻ കോഴ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകൾ ആ ചാപ്റ്റർ കൃത്യമായിട്ട് കാണണം. ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴൊക്കെ ആവശ്യമുള്ള സംഭവം കൂടിയാണ്. അപ്പോൾ ഇത് റാഷണലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള സംഭവമാണ്. എന്ന് വെച്ചാൽ 5 മൈനസ് 2√6 പകരം 5 പ്ലസ് 2√6 വെച്ചിട്ട് ഡിനോമിനേറ്ററിനെയും 5 പ്ലസ് 2√6 വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്റർ 1 ഇൻറ്റു 5 പ്ലസ് 2√6 5 പ്ലസ് 2√6 തന്നെയായിരിക്കും. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എന്തായി മാറി, 5 മൈനസ് 2√6 ഇൻറ്റു 5 പ്ലസ് 2√6 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലായി. എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എ സ്ക്വയറിന് പകരം 5 സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് പകരം 2√6ൻ്റെ സ്ക്വയർ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 5 പ്ലസ് 2√6 ഡിവൈഡ് ബൈ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്, മൈനസ് 2√6ൻ്റെ സ്ക്വയർ ഇതാ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2√6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ 25 മൈനസ് 24 എന്ന് വരും. 5 പ്ലസ് 2√6 ബൈ 25 മൈനസ് 24. ഈ 25 മൈനസ് 24 1 അല്ലേ. ഡിനോമിനേറ്ററിൽ 1 വന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, ആൻസർ എന്തായിരിക്കും, 5 പ്ലസ് 2√6 ആയിരിക്കും. 1/xൻ്റെ വാല്യൂ എന്താണ്, 1/xൻ്റെ വാല്യൂ 5 പ്ലസ് 2√6. നമ്മോട് കാണാൻ പറഞ്ഞത് 1/x സ്ക്വയർ ആണ്. 1/x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/xൻ്റെ സ്ക്വയർ അല്ലേ. എക്സ്പോണൻസിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/xൻ്റെ സ്ക്വയർ. 1/x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 പ്ലസ് 2√6 ആണ്, നമുക്കറിയാം. 5 പ്ലസ് 2√6 ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, 5 മൈനസ് 2√6ൻ്റെ സ്ക്വയർ നമ്മളിവിടെ കണ്ട സമയത്ത് ഇവിടെ 49 മൈനസ് 20√6 എന്ന് വന്നു അല്ലേ, 5 മൈനസ് 2√6ൻ്റെ. അപ്പോൾ അത് 5 പ്ലസ് 2√6 ആണെങ്കിൽ ഒരൊറ്റ ഡിഫറൻസേ വരുള്ളൂ. ഇതേ എക്സ്പ്രഷൻ 49ഉം 20√6 തന്നെയാണ് വരിക, പക്ഷേ ഇവിടെ പ്ലസ് ആകും. കാരണം എന്താ, ഇവിടെ ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ എ സ്ക്വയറും പ്ലസ് ബി സ്ക്വയറിനും ഒരു മാറ്റമില്ല അല്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആകുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആ എ സ്ക്വയറിനും പ്ലസ് ബി സ്ക്വയറും ഒരു മാറ്റമില്ല. മാറ്റം ആർക്ക് മാത്രമാണ്, മൈനസ് 2ab പ്ലസ് 2ab. അപ്പോൾ ഇവിടെ മൈനസ് 2ab എന്ന് പറയുന്ന ആളാണ് മൈനസ് 20√6 ആയിട്ട് മാറിയത്. അത് ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിലോട്ട് മാറുമ്പോൾ ആ മൈനസിന് പകരം പ്ലസ് 20√6 ആവും. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ കണ്ടൊരാൾക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ സിമ്പിളായിട്ട് കാണാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താ ഇവിടെ കാണാൻ പറഞ്ഞത്, എക്സ് സ്ക്വയറും 1/x സ്ക്വയറും നമ്മൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 49 മൈനസ് 20√6, 49 മൈനസ് 20√6 പ്ലസ് 1/x സ്ക്വയറിൻ്റെ വാല്യൂ 49 പ്ലസ് 20√6, 49 പ്ലസ് 20√6. നോക്കിയേ, ഈ 20√6ഉം ഈ മൈനസ് 20√6ഉം കട്ട് ചെയ്തൂടെ അല്ലേ. ഒരാൾ മൈനസ് ആണ്, ഒരാൾ പ്ലസ് ആണ്, കട്ട് ചെയ്യാം. ബാക്കി ആരുള്ളത് 49 പ്ലസ് 49 ദാറ്റ്സ് ഈക്വൽ ടു 98. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ. ഇതിലൊന്നുമില്ല, സംഭവം ഇത്രയേ ഉള്ളൂ.
എക്സ് സ്ക്വയർ ജസ്റ്റ് സാധാരണ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എം മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്യുക. 1/x സ്ക്വയർ ആണെങ്കിൽ 1/xന്റെ സ്ക്വയർ ആണ് 1/x സ്ക്വയർ. 1/x എന്ന് പറയുന്ന ആൾ ആദ്യം റാഷണലൈസ് ചെയ്തിട്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള ആളാക്കി, അതായത് റാഷണലൈസ് ചെയ്തിട്ടുള്ള ഡിനോമിനേറ്റർ വന്നിട്ട് നമ്മൾ 5 + 2√6 എന്നുള്ള രീതിയിലോട്ട് മാറ്റി. എന്നിട്ട് അയാളുടെ സ്ക്വയർ കാണുമ്പോൾ ഈ സ്ക്വയറിൻ്റെ തന്നെ അതേ ഫോമിലായിരിക്കും വരിക, ഇവിടെ പ്ലസ് വരുന്നേ ഉള്ളൂ. എന്നിട്ട് ആ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു, ആൻസർ വിൽ ബി 98. ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ സംഭവം ഉണ്ട്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കിയേ. എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ നമ്മുടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2ab 2 × x × 1/x പ്ലസ് ബി സ്ക്വയർ 1/xൻ്റെ സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 × x × 1/x. ഈ എക്സും എക്സും കാട്ടായി പോകും, ബാക്കി 2 മാത്രമേ ഉള്ളൂ. പ്ലസ് 1/xൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/x സ്ക്വയർ. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 ആണ്. ഓക്കെ, ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു -2 ചെയ്താൽ പോരെ. എന്ന് വെച്ചാൽ ഈ എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ മാത്രം കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഈ +2 പകരം -2 ചെയ്യണം. ഇവിടെ -2 ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? അപ്പോൾ ഇയാളെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ -2. എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1/xനെ റാഷണലൈസ് ചെയ്ത വാല്യൂ നിങ്ങൾക്ക് അറിയാം. അത് രണ്ടും ആഡ് ചെയ്ത് സ്ക്വയർ ചെയ്തിട്ട് അതിന് -2 ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രണ്ട് സംഭവം കണ്ടുപിടിച്ച് സ്ക്വയർ ചെയ്യുക എന്നുള്ളത് പുറത്ത് വരും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യമേ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എക്സും 1/xും ആഡ് ചെയ്തിട്ട് ഹോൾ സ്ക്വയർ ചെയ്തിട്ട് -2 ചെയ്യുന്ന പരിപാടി ഒന്ന് ചെയ്ത് നോക്കുക. കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ടാണ് നമ്മൾ ഒളിമ്പ്യാഡ് എക്സാമിനുള്ള കോച്ചിങ് തരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഇനിയുള്ള ഒരുപാട് വീഡിയോസിലായിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, താങ്ക് യു.